ഫ്രണ്ട്സ്, ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയതിൻ്റെ പേരിൽ നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണോ? നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴുമൊക്കെ അവരുടേതായിട്ടുള്ള ഓർമ്മകൾ നിങ്ങളെ ഇങ്ങനെ അലട്ടാറുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അവർ ഇട്ടേച്ചു പോയതിൻ്റെ വേദനയേക്കാൾ നിങ്ങളെ ഇന്ന് വേദനിപ്പിക്കുന്നത് അവർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രോമിസുകൾ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അവരുമായി ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഭാവി, ഇവയൊക്കെയാണ് നിങ്ങളെ ഇന്ന് വേദനിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ വേദനയുടെ തടവറയിൽ മാത്രം ജീവിച്ചു പോയാൽ പോരാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വേദനയുടേതായിട്ടുള്ള തടവറയിൽ ജീവിക്കുമ്പോൾ അവർ അവരുടെ ലോകത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ റിലേഷൻഷിപ്പ് പെയിനിൽ നിന്ന് പുറത്തു കിടക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ കരുത്തരായിട്ടുള്ള ഏത് വ്യക്തിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വേദനയാണ് അവർ ഏറ്റവും കരുത്താക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് സംബന്ധിച്ച് നിങ്ങൾക്കൊരു പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തകർക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കരുത്തരാക്കാം. പക്ഷേ എന്താകണം എന്നുള്ളത് നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോണ്ട് ലോസ് യുവർ സെൽഫ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ അവസാനിച്ചിട്ടുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ലൈഫ് ഇവിടെ അവസാനിച്ചിട്ടില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? പഴയ ആ സൗഹൃദങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം, പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം, ബുക്കുകൾ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് പുനർജീവിപ്പിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ മുറിവ് ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഏതെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വലുതാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് അവരുടെ ഫോട്ടോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക, അവരുമായിട്ടുള്ള പഴയ ചാറ്റുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ ഇന്ന് തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടായിരിക്കാം നമ്മളിൽ നിന്ന് കടന്നു പോവുക. നാളെ നമ്മളെ കരുത്തരാക്കുന്ന അധ്യാപകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലിയ വേദനകൾ തന്നെയാണ്. അപ്പോൾ കരയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ ഇമോഷൻസിൽ തന്നെ കെട്ടിക്കിടക്കാതെ പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുക. ഈ റിലേഷൻഷിപ്പ് പെയിൻ എന്ന് പറയുന്നത് അറിവ് കൊണ്ട് മാത്രം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് വേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ഗൈഡൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കോ വഴി നമ്മുടെ സെൽഫ് മാസ്റ്ററി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹീലിംഗ് ജേണിക്ക് ഇന്ന് തന്നെ തുടക്കം കുറിക്കുക. ഓക്കെ ഫ്രണ്ട്സ്.